ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെണ്ട ഫ്രൈ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറച്ച് വെണ്ട എടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൽ പൊടികൾ കൂടി മിക്സ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ കടലപ്പൊടി ഇട്ടത് അതേ അളവിൽ തന്നെ പച്ചരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാനുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ടേക്ക് ഇടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് എടുത്തിട്ടിടാം, ഓരോരോ വണ്ടൊക്കെ ആയിട്ട്. വണ്ടൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ വണ്ടക്കെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വണ്ടക്ക ഫ്രൈ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ വണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം. ഗുഡ് ബൈ.